ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി പലഹാരത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ബ്രെഡും എഗ്ഗും ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ. എഗ്ഗ് അല്ലാതെ ചിക്കനും വേണമെങ്കിൽ ചിക്കനും, ഫിഷ് വേണമെങ്കിൽ ഫിഷും, ബീഫൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിന്ന് ബോയിൽഡ് എഗ്ഗ് ഉപയോഗിച്ചിട്ട് ബ്രെഡിലുള്ള ഒരു സ്നാക്സാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ളത് ക്യാപ്സിക്കവും, തക്കാളി, പച്ചമുളക് ആദ്യം തന്നെ ഇതേപോലെ ഓംപ്ലേറ്റിനൊക്കെ കട്ട് ചെയ്യുന്ന അതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ക്യാപ്സിക്കം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം കട്ട് ചെയ്ത കത്തിയും കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഇതേപോലെ തന്നെ തക്കാളിയും ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇനി വേണ്ടത് ഇതിലേക്ക് പച്ചമുളകാണ്. ഒരു 2 പച്ചമുളക് ആണ് ഞാൻ ഇതിനിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് ഒരു ഫുൾ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ആ ബ്രെഡ് പൊടിച്ചതിന് ശേഷം നമുക്ക് പൊടിക്കല്ല, കൈകൊണ്ട് മുറിച്ചിട്ടിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ മുറിച്ച് വെച്ച ചേരുവകളെല്ലാം ചേർത്ത് കുറച്ച് വെള്ളവും അതേപോലെ അരിപ്പൊടിയും കടലപ്പൊടിയും ചേർത്തിട്ട് സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ഒരു രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കുക. അതിനുശേഷം കയ്യിൽ പരത്തിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഏത് തിക്സാണോ വെക്കേണ്ടത്. ചിലപ്പോൾ എഗ്ഗ് വേണമെങ്കിൽ എഗ്ഗ് വെക്കാം, ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ വെക്കാം. ഇനി ഒന്നും വെക്കാതെ തന്നെ അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിൽ അനുസരിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ ബോർഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ബോർഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അതേപോലെ ഇപ്പോൾ 2 പച്ചമുളകും ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഇതേപോലെ ബ്രെഡ് കൈകൊണ്ട് മുറിച്ചിടാം. മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതേപോലെ ഒന്ന് കൈകൊണ്ട് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു ഫുള്ള് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ പേസ്റ്റാണ്. ജിഞ്ചർ മാത്രമാണ്, ഗാർലിക് ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം 1/2 കപ്പ് കടലപ്പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയും ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സാൾട്ട്, ഇത്രയും ഇതിനാവശ്യമുള്ളൂ. ഇനി കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കൊരു ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ബ്രെഡും കടലപ്പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ട ഇതേപോലെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഉരുളകളാക്കിയിട്ട് കൈകൊണ്ട് തന്നെ പരത്തി ഉരുളയാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഞാൻ പറഞ്ഞു കോഴിമുട്ടയാണ് ഞാൻ വെക്കുന്നത്. ഇനി ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ വെക്കാം, വെജിറ്റബിൾ വേണമെങ്കിൽ വെജിറ്റബിൾ ഏത് വേണമെങ്കിൽ വെക്കാം. ഞാനൊരു മുട്ട വെച്ചതിന് ശേഷം കുറച്ചുകൂടി മാവ് അതിൻ്റെ മേലെ സൈഡെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഇതേപോലെ റെഡിയാക്കിയതിന് ശേഷം ഒന്ന് പരത്തി റെഡിയാക്കി വെക്കാം. അപ്പോൾ അത് റെഡിയാക്കി വെച്ച് എണ്ണ ചൂടായി ഇതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ സ്നാക്സിൻ്റെ പണി. ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഏതൊരാൾക്കും ഇത് തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് റെസ്റ്റോറൻറ്റുകളിലും വീടുകളിലും ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ എരിവിനും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ചിക്കനൊക്കെ നല്ല മസാല ആക്കിയിട്ട് ഇതേപോലെ ഈ ബ്രെഡിനുള്ളിൽ വെച്ചിട്ട് തയ്യാറാക്കിയെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഒരു ബോയിൽഡ് എഗ്ഗ് മാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് വെന്ത് കിട്ടും ബ്രെഡാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഇത് ഇഷ്ടപ്പെടും. ഇതേപോലെ ഉരുളകളാക്കി എഗ്ഗ് വെച്ച് പരത്തിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്നാക്സാണിത്. അപ്പോൾ ഇതിൻ്റെ പേരുകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങൾ അയക്കുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.